UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് നിർത്തും. ജനകീയ വോട്ടൊന്നും വേണ്ടെന്ന് പറയും. സാധാരണക്കാരായ മനുഷ്യരൊന്നും അവർക്ക് ആവശ്യമില്ല. അത് സമ്പന്നരെ മാത്രം മതി. പാവങ്ങളൊന്നും വേണ്ട. വോട്ട് കിട്ടാൻ വേണ്ടിയല്ലേ അവർ 3000-4000 തരാമെന്ന് പറഞ്ഞു. അവർക്ക് കിട്ടാൻ വേണ്ടിയാ മോനെ അവർ പറഞ്ഞ 3000-4000. പിണറായി മതി എന്നുള്ള ഉള്ളൂ, വേറെ ഒരു വർത്താനൊന്നുമില്ല. 10 വർഷം കൊണ്ട് ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. വാസ്തവ അധികാരത്തിൽ വന്നാലും ഏത് ഭരണാധികാരത്തിൽ വന്നാലും ഞങ്ങളുടെ ജീവിതം ഈ കറണ്ട് ചാർജ് കുറയ്ക്കണം, പിന്നെ ഇത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുണ്ട്. എൻ്റെ പൊന്നെ ഇത് പിടിക്കല്ലേ മക്കളെ. അമ്മ ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ, അമ്മ മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ മാറ്റം എനിക്ക് മാറ്റം ആഗ്രഹമില്ല, നല്ല രീതിയിൽ പോയാൽ മതി. ഇപ്പൊ നിലവിൽ പോണ പോലെ തന്നെ പോയാൽ മതി. അപ്പൊ പിണറായി സർക്കാർ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി തന്നെ മതി എന്നാണ് പറയണത്. ഭരിച്ചോട്ടെ, നല്ല രീതിയിലുള്ള ഭരണം ആയാൽ. അപ്പൊ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, ഒന്നും പറയാൻ പറ്റില്ല, 2 ദിവസം കൂടെ ഉള്ളൂ റിസൾട്ട് അറിയാം. ഓക്കെ. അപ്പോൾ അമ്മയുടെ കാഴ്ചപ്പാടിൽ അതല്ല, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ VD സതീശൻ ആള് ചെന്നിത്തലയൊക്കെ വന്നാൽ കുഴപ്പമില്ല, പക്ഷേ പിണറായി മതി എന്നുള്ള ഉള്ളൂ, വേറെ ഒരു വർത്താനൊന്നുമില്ല അല്ലേ. ഓക്കെ. അപ്പൊ അപ്പച്ച പിന്നെ 3ാം വട്ടം പിണറായി വിജയൻ എന്നാണ് അപ്പച്ചൻ്റെ ആഗ്രഹം. അതന്നെ മക്കളെ. അപ്പോൾ അത് അപ്പച്ചൻ അത്ര സ്ട്രോങ് ആയിട്ട് പറയാൻ കാരണം 10 വർഷം ഭരിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെ. അപ്പോൾ പകുതി പേര് ജനങ്ങൾ പറയണത് ഇല്ലെന്നാ പറയണത് തന്നെ ആയിരിക്കും പിണറായിയോട് സാധ്യത കൊണ്ട് അവർ പറയുന്നത്. ജനവിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വിധിയാണ്. അതെ തീർച്ചയായിട്ടും. അത് ആർക്കും തടയാൻ പറ്റില്ല. അതെ. ആ തടച്ചിൽ എന്ന് പറഞ്ഞാലുണ്ട് ഇവരുടെ ആ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അത് വേറൊരു പ്രോഗ്രാംസാണ്. സത്യമുള്ള കാര്യമാണ്. അതെ തീർച്ചയായിട്ടും. അപ്പൊ ആ പറയണവരായിരിക്കും ഇപ്പുറത്തുനിന്ന് പറയണതല്ലേ. ഒരു പാലം ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം അങ്ങോട്ട് കിടക്കുമ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി ആൾ നടുക്ക് വയ്ക്കുക. അപ്പോൾ ഇവിടുന്ന് വരുന്നോന്നാ നോക്കി നിൽക്കണത്. പക്ഷെ നടുക്ക് നിൽക്കുന്ന ആൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുപോലൊരു അവസ്ഥയാക്കും. അങ്ങനെയുള്ളവർക്ക് നിലപാടില്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നു, രാഷ്ട്രീയ ബോധമില്ലെന്ന് തോന്നുന്നല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ UDF അധികാരത്തിൽ വന്നിരിക്കട്ടെ, അപ്പൊ 2 ദിവസം ആകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല ആർക്കാന്ന്. അപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വർഷത്തിരിക്കണ ആരായിരിക്കും മറ്റേ മുഖ്യമന്ത്രി? അവരൊരു കരുത്തുള്ള ആര്? UDFിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടുതൽ കിടന്ന് അടിപിടി നടക്കും. സതീശനെ പിടിക്കും ഒരാൾ, അപ്പുറേ ഒരാൾ പിടിക്കും, ഇപ്പുറേ ഒരാൾ പിടിക്കും. ആരാണ് ഇതെന്നുള്ള വടംവലി നടന്നുകൊണ്ടിരിക്കും. അതെ. അവിടെ ഒരു ഇതുണ്ടായിട്ടില്ല, ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ആയില്ല. അപ്പൊ അപ്പച്ചൻ്റെ ഒരു നിലപാട് വെച്ചിട്ട് അഭിപ്രായം പറയുവാണെങ്കിൽ ആരായിരിക്കും? എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ UDF വരുവാണെങ്കിൽ ഞാൻ ചാണ്ടിയുമ്മനെ ഞാൻ സജഷൻ ചെയ്യുള്ളൂ. അതെ ആണല്ലേ. അതെ. അപ്പൊ VD സതീശനോ ഈ പറഞ്ഞ ചെന്നിത്തലയോ ഒന്നിനുമില്ല. അതിന്റെ കാരണം എന്നാ? കാരണം എന്താണെന്നറിയോ? അവർക്ക് ഈ ഫോക്കസ് ഇല്ല. കാരണം ഇവർ ഈ വീടിനകത്ത് കുട്ടികളാണ്. അതെ. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണിത്. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണിത്. അതായത് 18ാമത്തെ വയസ്സിൽ പുള്ളി അന്നത്തെ യൂത്തിന്റെ മെയിൻ ആളായിരുന്നു, തലവനായിരുന്നു. കരുണാകരൻ മന്ത്രിസഭയിലും എല്ലായിടത്തും പുള്ളി പ്രകടനം കാണിച്ചു വെച്ചായിരുന്നു. അപ്പൊ ആ തിളപ്പ് മകനും കിട്ടിയിട്ടുണ്ട്. അതാണ് ആ മകന്റെ കാര്യം പറയാൻ കാരണം. അപ്പൊ UDF ആർക്കും ആ തളപ്പ് കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും ഒരു അറ്റം ജനങ്ങൾ പറയണ മറ്റേ ഈ പറഞ്ഞ VD സതീശൻ ആവണമെന്നല്ലോ അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ നടക്കുകയില്ല. വടംവലി നടന്നുകൊണ്ടിരിക്കുക. അവര് കയറ്റി വിടൂല. അതായത് ഒരാൾ വളരെ സമ്മതിക്കില്ല അവിടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് അധികാരത്തിൽ ഈ പ്രാവശ്യം മറ്റേ LDF ഭരണം വീണ്ടും വരും അല്ലേ, തുടർഭരണം വരും. ഓക്കെ അല്ലേ. അതെ. ഓക്കെ. നല്ല അഭിപ്രായം അപ്പച്ചൻ്റെ. സന്തോഷം. പോകുന്ന LDF കാരനാണ്. UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് നിർത്തും. ജനകീയ വോട്ടൊന്നും വേണ്ടെന്ന് പറയും. സാധാരണക്കാരായ മനുഷ്യരൊന്നും അവർക്ക് ആവശ്യമില്ല. അത് സമ്പന്നരെ മാത്രം മതി. പാവങ്ങളൊന്നും വേണ്ട. ഇവിടെ ആര് ജയിക്കുന്നതാണ്? ഇവിടെ വാസവൻ ജയിക്കും. 100%. ഭരണത്തുടർച്ച. ആര് മുഖ്യമന്ത്രി ആകണം? പിണറായി വിജയൻ തന്നെ. പുള്ളി തന്നെ ആയാൽ മതി. നല്ല നട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് പുള്ളി. അതെ. പുള്ളി അയച്ചാൽ മതി. അപ്പം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. പ്രശ്നങ്ങളൊക്കെ മാറുന്നത് ഭരണക്കാരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭരിക്കുന്നവർ അവരുടെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഭരിക്കുന്നുണ്ട്. ജനങ്ങൾ വേണ്ടതിനും ചെയ്യുന്നതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരധികാരത്തിൽ വരുമെന്നാണ്? LDF അധികാരത്തിൽ വരും. തുടർഭരണം ഉണ്ടാവും. 3ാം ഭരണം വീണ്ടും വരണം. അപ്പോൾ 10 വർഷത്തിനിടയ്ക്ക് എന്താണ് നല്ല? അതെ.
നാലായിരം വർഷം വെച്ച് 500 റോഡ് പറഞ്ഞ് റോഡ് ആ പിണറായി സർക്കാർ കാശ്മീരിലാണ് ഈ 500 രൂപയ്ക്ക് പോയ റോഡ്. ആ അയ്യോ ഇപ്പോൾ പലരോടും ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് വരികയില്ലായിരിക്കും. മൂന്നാം ഘട്ടവും പിണറായി വിജയൻ തന്നെ. അപ്പോൾ അഥവാ UDF വന്നു കഴിഞ്ഞാൽ അതെ വരരുത്. അതെ അപ്പൊ ചാച്ചൻ അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്നാ LDF കാരണം ഒരു പവറാണല്ലേ ആ പവർ. അപ്പോൾ LDF ഇനി വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരും ഉറപ്പാണോ? LDF വരണം. ഇപ്പൊ പിണറായി വന്നാൽ അധികാരത്തിൽ LDF വരണം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം അയാൾ മാത്രമല്ലേ ഉള്ളൂ നിലവിൽ, പിണറായി വിജയൻ സഖാവല്ലേ ഉള്ളൂ. ആ അല്ല അവിടെ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അപ്പൊ ഞാൻ ചോട്ടെ അപ്പൊ അധികാരത്തിൽ വന്നാലോ ചിലപ്പോൾ ഒരു പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ എല്ലാവരും ജനങ്ങളെല്ലാം മാറ്റി ചിന്തിക്കുമെന്ന് പറഞ്ഞേ. വരണം. അപ്പൊ LDF സർക്കാർ വരണം. പിണറായി വേണ്ട, LDF സർക്കാർ വേണോ? ആണോ? പെൻഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടണുണ്ടോ? പിന്നെ മറ്റേ UDF വന്നു കഴിഞ്ഞാൽ 3000 കൊടുക്കും. വാഗ്ദാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഒന്നും നടപടിയാവൂല അവരല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ LDF മൂന്നാം വട്ടം വരുമെന്ന് അപ്പച്ചൻ്റെ അഭിപ്രായം. തകർത്തു. ഓക്കെ എന്നാ ലാൽ സലാം സഖാവേ. മുണ്ടക്ക 35 മേലാണോ? കമ്മ്യൂണിസ്റ്റ് ജയിച്ചാൽ നമുക്ക് ഗുണമുണ്ട്. ഗുണമുണ്ട്. തൊഴിലാളികൾക്ക് അതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് പിന്നെ കൃത്യമായ വരുമാനങ്ങളും പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യമേ ചോദിച്ചപ്പോ അമ്മ ആദ്യം അത് പറയാത്ത തന്നെ മറുപടി. അത് പറയാത്ത ഭയങ്കര ഡൗട്ടാ. മറ്റവരാണ് ഇവരാണ്. ആര് ചോദിച്ചാലും 3000 ഞങ്ങൾക്ക് തരണം. അത് കോൺഗ്രസ് ചോദിച്ചാലും കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ ഞങ്ങൾക്ക് തരും. ഇപ്പൊ തുടർപ്പുണ്ട് LDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് സംഭവിക്കുള്ളൂ അല്ലേ? UDF വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണോ? ഞാൻ പിന്നെ പറയാനുണ്ടോ, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റിനെ ചെയ്തിട്ടുള്ളൂ. കോൺഗ്രസിന് ഞാൻ ചെയ്തിട്ടില്ല. എന്നാന്ന് ചോദിച്ചാൽ എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല, രാഷ്ട്രീയത്തെ പറ്റിയൊന്നും. പിന്നെ നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കുന്നു അവരുടെ ഗുണം നമുക്ക് തൊഴിലിന് കൂലി കൂട്ടിത്തരും. മറ്റവർ കയറിയാലും മറ്റവരും കയറിയതല്ലേ കുറേ കാലം. അപ്പോൾ ഞാൻ ചോട്ടെ വേറെ വാഗ്ദാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ട്രാൻസ്പോർട്ടിൻ്റെ. അപ്പോൾ അമ്മച്ചിക്ക് അപ്പോൾ അവരൊക്കെ അധികാരം ചെയ്ത് അവർ കയറിക്കഴിഞ്ഞാൽ നടപടിയാക്കുന്നു വല്ലോ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുമെന്ന് ഇപ്പം തന്നെ അമ്മയ്ക്ക് പറഞ്ഞില്ലേ LDF സർക്കാർ മതി, അവർ വന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. പെൻഷനും കൂടെ ഇല്ലാണ്ടാക്കി കളയുമോ അവർ ഇവർ കയറി കഴിഞ്ഞാൽ? അറിയില്ലല്ലോ, അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. അവരുടെ ഉള്ളിലാണ് നമുക്കറിയാൻ പറ്റിയല്ലോ. ഒന്നും ഒരു അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അമ്മ പൂർണ്ണമായിട്ട് പറയണത് ഒന്നടക്കം പറയണത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വരുമെന്ന് എന്ന് കേട്ടു. എന്നാൽ അമ്മയുടെ ഒരു അഭിപ്രായം പറ, അമ്മയുടെ ഒറ്റ അഭിപ്രായം പറ, ഒറ്റ വർത്തമാനം. പിണറായി വിജയൻ കയറിയാൽ നമുക്ക് ഗുണമുള്ളൂ. അതായത് പിണറായി വന്നാലേ ഗുണമുള്ളൂ. LDF സർക്കാർ തന്നെ കൊടുത്തേക്കണം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും നല്ല കാര്യം. വീട്ടിൽ 2 വോട്ടേ ഉള്ളൂ. ആ 2 വോട്ടും ഇന്ന് വരെ മറിഞ്ഞിട്ടില്ല, മറിക്കത്തുമില്ല. അത്രേ ഉള്ളൂ. അത്രേ പവർ. ഓക്കെ, ഇല്ല, ചെയ്യത്തില്ല.